ഈ സംഘനൃത്തത്തിനെ മറ്റെല്ലാ ഇനങ്ങളെക്കാളും കുറച്ചുകൂടി ഒരു ഓഡിയൻസ് പൊതുവെ ഈ വേദികളിൽ കൂടുതൽ ലഭിക്കുന്ന ഒരു ഐറ്റമാണ്. സ്വാഭാവികമായിട്ടും അവർക്കും ആ ഒരു ത്രില്ലുണ്ട് വീണ്ടും വീണ്ടും ഇവിടെ ഒന്ന് പെർഫോം ചെയ്യാൻ അല്ലേ. എന്താണ് ഇവരുടെ തീം? എന്താണ്? ഇവര് അരിക്കൊമ്പൻ ഫാൻസാ. അരിക്കൊമ്പൻ എവിടെ നിന്നാ വരുന്നത്? തൃശ്ശൂര്. അരിക്കൊമ്പനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയല്ലോ. അപ്പോ കൊമ്പന്റെ വിഷമങ്ങളും ഇതൊക്കെ വരുവോ? ആ നാട്ടിലുള്ള മനുഷ്യന്മാരെ മുഴുവൻ ഉപദ്രവിക്കില്ലേ? ഇല്ല. കൂടുതൽ ചോദിക്കണ്ട. എവിടെ നിന്നാ വരുന്നത് ഒന്നുകൂടെ പറയൂ. തൃശ്ശൂര്. തൃശ്ശൂരിൽ നിന്നാണ്. ഹൈസ്കൂൾ വിഭാഗത്തിലാണോ? ആ ഈ ചേട്ടന്മാര് പറയുന്നു ഉച്ചത്തിൽ സംസാരിക്കണം എന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ തൃശ്ശൂർ സ്കൂളിന്റെ പേരൂടെ പറഞ്ഞോ. സേക്രഡ് ഹാർട്സ് സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. മത്തഗജാകൃതി പൂണ്ടു ഗിരീശൻ മദകരിണി വേഷത്തൊടു ഗിരിജ മത്തവിലാസരസേണവരെ വിളയാടിയുളവായി കരിമുഖ ഭഗവാൻ ശ്രീ മറയ്ക്കുന്നു പൊന്നിടം പൂണ്ട നെറ്റിപ്പട്ട മലയാളി മദ്യം
കടത്തി അടിമയാക്കുന്നൊരാ ക്രൂരമാമോർമ്മ. കണ്ണീരുമായി ചുരന്നൊരകിടുമായമ്മ എന്നെ തിരിഞ്ഞു നോക്കി പോകുമോ? ഇരുവശം വർഗശത്രുക്കളെ നിർത്തി ചട്ടം പഠിപ്പിച്ചു നാട്ടാനയാക്കി പകരത്തിയോളവും വേല ചെയ്യിക്കുന്നു ആയുധങ്ങളും മക്കളായെടുപ്പിക്കുന്നു. താനം തനം 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 താനം തനം തനം തനം. കാടിന്റെ ഓർമ്മകൾ കടന്നലിപ്പോ. ഓക്കെ, നിങ്ങളൊക്കെ ശരിക്കും അരിക്കൊമ്പൻ ഫാൻസ് ആണോ അതോ ഇതിനു വേണ്ടി പഠിച്ചൊരു തീം മാത്രമാണോ? ഫാൻസ് തന്നെയാണ്. ഓ അത് ശരി. അപ്പോൾ അരിക്കൊമ്പൻ ഫാൻസിന്റെ സംഘനൃത്തമാണ് മനു നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ എന്താണെങ്കിലും സമ്മതിക്കണം, കാരണം വെച്ചാൽ എല്ലാ വശത്തും വലിയ ബഹളമാണ്. വലിയ ബഹളമാണ്. അതിനിടയിൽ ഈ പാട്ട് പിടിച്ചെടുത്ത് അതിന്റെ കൂടെ ചൂട് വെക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതെ. നമ്മളെങ്ങാനും പറഞ്ഞ പാട്ട് ഒരു ഒഴിക്കും ഡാൻസ് വേറെ ഒഴിക്കും പോകുമായിരുന്നു. എന്തായാലും നന്നായിട്ടുണ്ട്, അസാധ്യമായിരുന്നു. നല്ല വേഷം, നല്ല ചുവടുകൾ, നല്ല പാട്ട്, അതെ അതെ, നല്ല എനർജി, ഇലക്ട്രിഫൈങ് ഇലക്ട്രിഫൈങ് ആണ്. Okay. അപ്പോൾ ആ ഇലക്ട്രിഫൈങ് പെർഫോമൻസിന് ദാ പിടിച്ചോ ദേവ് സ്നാക്സ്.